ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. സോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ആക്ച്വലി 2 പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിഷുവായിട്ട്. സോ അതിൽ ഒരു പടം നമ്മൾ ഇന്നിപ്പോൾ കണ്ടിട്ട് ഇപ്പം ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. മറ്റേത് ചിലപ്പം മേ ബി രാത്രി പോകുമായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും ചിലപ്പോൾ അത് കാണുന്നത്. സോ നമ്മൾ കണ്ട പടം പള്ളിച്ചട്ടമ്പി. ടോനോ തോമസ് നായകനായി ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്യുന്ന പടമാണ് സുഹൃത്തുക്കളെ പള്ളിച്ചട്ടമ്പി. പടം റൈറ്റ് ചെയ്തേക്കുന്നത് എസ് സുരേഷ് ബാബു എന്ന് പറയുന്ന ആളാണ്. സോ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടു കാണും. ഇൻ കേസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. സോ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഒരു വൺ ടൈം വാച്ചബിൾ സാധനം. അങ്ങനെ വേണം പറയാൻ. ഒരു വൺ ടൈം വാച്ചബിൾ സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിൻ്റെ മേക്കിങ്ങും സിനിമാറ്റോഗ്രാഫി എല്ലാം ഭയങ്കര രസമാണ്. മ്യൂസിക് ആയെങ്കിലും ജേക്സ് ബിജോയ് ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ എഡിറ്റിംഗ് ആയിക്കോട്ടെ എല്ലാം പക്കയാണ്. ലാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മറ്റേ ബോൾട്ട് ക്യാമറ വെച്ചുകൊണ്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് വേറൊരു ടൈപ്പിൽ ഒരു ചില സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടുള്ള ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ യെസ്, പടത്തിൽ അഭിനയിച്ചവരുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കയാതും ഉണ്ട്, പിന്നെ മറ്റേ അമീൻ്റെ കൂടെ ഒക്കെ ഉള്ള നിബ്രാസ്, ടോണിയുടെ കൂടെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സുധീർ കർണൻ, വിജയരാഘവൻ, ബാബുരാജ് ഏട്ടൻ, പിന്നെ TG രവി, അലക്സാണ്ടർ പ്രശാന്ത്, ഇങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിനകത്ത് ക്യാമിയോ ഉണ്ട്. സോ പേര് പറയുന്നില്ല, ക്യാമിയോ എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങൾക്ക് ചിലവർക്ക് അറിയാമായിരിക്കാം ഇതാരാണ് എന്താണെന്നുള്ളത്. ഇൻകേസ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായാൽ മതി ആരാണെന്നുള്ളതൊക്കെ. സോ ഇത് ആക്ച്വലി ഒരു 1930 1950 നടക്കുന്ന ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. ചില റിയൽ ക്യാരക്ടേഴ്സിനെയും റിയൽ ഇൻസിഡൻറ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ഒരു KGF പോലൊക്കെ വന്നിട്ടുണ്ട് ചില സാധനങ്ങളൊക്കെ. അപ്പോൾ എനിവേ, അപ്പം ഈ നമ്മൾ പറഞ്ഞ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ക്യാമിയോയുടെ 2 ലുക്ക് കാണിക്കുന്നുണ്ട്. അതായത് കുറച്ച് യങ് ഏജും കാണിക്കുന്നുണ്ട്, ദെൻ കുറച്ച് ഏജിലായിട്ടുള്ള ലുക്കും കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ യങ് ഏജിലെ ഒരു ഇൻട്രോ ഉണ്ട്. എൻ്റെ മോനെ യജാതി സാധനമെന്നറിയാവോ അത് വെച്ചോണ്ട് തന്നെ കംപ്ലീറ്റ് ഈ പടം പോവായിരുന്നെന്നുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയേനെ. പക്ഷേ അത് കുറച്ചേ ഉള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് ആക്ച്വലി ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ലുക്കിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ആ ക്യാമിയോയുടെ. അത് സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ലുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റൊക്കെ കളഞ്ഞു എന്ന് വേണം പറയാൻ. ഈ സെക്കൻഡ് ലുക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത കൂട്ടായിപ്പോയി. ഫൈറ്റും കാര്യങ്ങളൊക്കെ നൈസാണ്. പുള്ളിക്കാരൻ ഡ്യൂപ്പില്ലാണ്ടാണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇൻകേസ് ചലീൻസിനൊക്കെ എന്തെങ്കിലും ഡ്യൂപ്പുകളും കാര്യങ്ങളും കാണും, ബട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ചെറിയ സമ്മർ സോൾട്ടും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഡ്യൂപ്പില്ലാണ്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. സോ അതിന് ഒരു രസമുണ്ട്. അത് കാണുമ്പോഴാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു മറ്റേ കല്ലുകടി ഉണ്ടാകത്തില്ല. പിന്നെ കയാതു ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു റോളാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് വേറെ ആരുമാണ് ഡബ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ശരിക്കും നല്ലോണം എവിഡൻ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഐ മീൻ പുള്ളിക്കാരത്തേക്ക് മലയാളം അത്രയ്ക്കും ഫ്ലുവൻ്റേ അല്ല. സോ അത് കാരണം ചില ക്ലോസ് ഷോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ലിപ്സിങ്ങിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണലി ഒരു വൺ ടൈം സാധനം വിത്ത് ആവറേജ് എക്സ്പീരിയൻസ്, ബട്ട് എന്നാൽ പോലും നൈസായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. ടോവിനോ തോമസിൻ്റെ ഇൻട്രോ ഫൈറ്റും ഇൻട്രോ സീനും ഒക്കെ നൈസാണ്, ഭയങ്കര രസമാണ്. ബാബുരാജ് ഏട്ടൻ്റെ ഒരു ചെറിയൊരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നല്ല 2 സീനുണ്ട്, 2 ഫൈറ്റ് സീനുണ്ട്. എല്ലാം നൈസാണ്. കുറേയൊക്കെ കൂടെ നന്നാക്കായിരുന്നു. ഐ മീൻ കുറേയൊക്കെ കൂടെ, അതായത് ഇത് സെക്കൻഡ് പാർട്ടിലോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം കൂടെ ചിലപ്പോൾ ഒരെണ്ണത്തിനകത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിർത്താവുന്നതേ ഉള്ളായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഫസ്റ്റ് ലുക്കിൽ, അതായത് നമ്മുടെ ക്യാമിയോയുടെ ഫസ്റ്റ് ലുക്ക് തന്നെ പിടിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് നൈസാക്കിയിരുന്നെങ്കിൽ പടം ഒരു ഭയങ്കര സംഭവം ആയേനെ. കാരണം ഇത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടത്ത് ഭയങ്കരമായിട്ടുള്ള നാടകീയത പോലെ ഭയങ്കര ഡ്രാമാറ്റിക് ഫീലും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ ചില ആക്ഷൻ സീക്വൻസിനകത്താണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത കുറേ എന്തൊക്കെയോ, ഐ മീൻ പുള്ളിക്ക് മേ ബി അതായിരിക്കും വേണ്ടിയിരുന്നത്, ഐ ഡോണ്ട് നോ.
ബട്ട് എന്നാൽ പോലും ചെറുതായിട്ട് അത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഈ പറഞ്ഞതുപോലെ കുറച്ച് ആ ഒരു യങ് കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അത് അങ്ങ് തീർക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ രസമായേനെ. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി പള്ളിച്ചിട്ടമ്മ എന്ന് പറഞ്ഞ മൂവി ഫീൽ ചെയ്തത്. പാട്ടും കാര്യങ്ങളൊക്കെ നൈസാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നൈസായിട്ടാണ് ജെയ്ക്സ് ബിജോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം നൈസാണ്. സോ അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക. ഇനി അടുത്ത ഒരു പടം കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല ഇന്നോ അല്ലെങ്കിൽ നാളെയോ പോയിട്ട് കാണണം നമുക്കത്. സോ യെസ്, വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി വിഷു സുഹൃത്തുക്കളെ. അപ്പോൾ വിഷുവായിട്ട് ഇറങ്ങിയ 2 പടങ്ങൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.